Welcome to Science World. Already we discussed about image formation by spherical mirrors. Now we discussing about sun convention for reflection by spherical mirrors. ഓക്കെ, സൈൻ കൺവെൻഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സ് ഡീൽ ചെയ്യുന്നത് കുറച്ച് റൂൾസിനെയാണ്. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, അതൊക്കെ പറയുന്ന കുറച്ച് റൂൾസാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ബേസിസ് ആയിട്ട് എടുക്കുന്നത് നമ്മളുടെ പോളാണ്. ദാറ്റ് മീൻസ് സെൻറ്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉള്ള പോൾ. അപ്പോൾ ഈ പോളിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയെങ്കിൽ പോൾ ഈസ് ടേക്കൺ ആസ് ദി ഒറിജിൻ. പോളിനെ ഒറിജിനായിട്ടാണ് നമ്മൾ എടുക്കുക. അതായത് പോളിൽ നിന്നാണ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റും റൈറ്റും പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫേസ് വെച്ചിട്ടാണ്. റിഫ്ലക്റ്റിംഗ് സർഫേസിൻ്റെ ലെഫ്റ്റ് ഭാഗം, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ലെഫ്റ്റ് പാർട്ട്, ഇതാണ്. ഈ ഒരു ഭാഗമാണ് എന്തായിട്ട് എടുക്കുന്നത്? ലെഫ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇപ്പുറത്തെ ഭാഗമാണ് റൈറ്റ്. റിഫ്ലക്റ്റിംഗ് സർഫേസിൻ്റെ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും. ഓക്കെ, ഒബ്ജക്റ്റ് എപ്പോഴും റിഫ്ലക്റ്റിംഗ് സർഫേസിൻ്റെ ലെഫ്റ്റ് മാത്രമേ പ്ലേസ് ചെയ്യൂ. ദാറ്റ് മീൻസ് മുൻഭാഗമാണ് ലെഫ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് റൂൾ, all the distance measured to the right of the origin. All the distance measured to the right of origin, അല്ലെങ്കിൽ പോളിൻ്റെ അല്ലെങ്കിൽ ഒറിജിൻ്റെ റൈറ്റ് ഉള്ള ഡിസ്റ്റൻസ് is always taken as positive. All the distance measured to the right of pole അല്ലെങ്കിൽ measured to right of origin is taken as positive. പോളിന് റൈറ്റ് ഉള്ളത് എപ്പോഴും പോസിറ്റീവായിരിക്കും. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു ഇമേജ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടിയെന്ന് വെച്ചാൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും പോളിൽ നിന്ന് ആ ഇമേജിലേക്കുള്ള ദൂരമാണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പോളിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇമേജ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ പോളിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ളതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അതെപ്പോഴും അത് റൈറ്റ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഫസ്റ്റ് റൂള് പറയുന്നത്. ദെൻ സെക്കൻഡ് കേസ്, all the distance measured to left of origin. All the distance measured to left of the origin or pole is always taken as negative. അതായത് പോളിൻ്റെ അല്ലെങ്കിൽ ഒറിജിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള വാല്യൂസ്, അതായത് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ഇവിടെയാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉള്ളത് എങ്കിൽ ഈ പോളിൽ നിന്ന് ഇവിടേക്കുള്ളതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ അതെപ്പോഴും നെഗറ്റീവായിരിക്കും എന്നാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഓൾ ദ ഡിസ്റ്റൻസ് മെഷേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ഒറിജിൻ ഓർ പോൾ ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, തേർഡ് റൂൾ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ആൻഡ് എബവ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് മെഷേർഡ് ടു ആൻഡ് എബവ് ദി പ്രിൻസിപ്പൽ ആക്സിസ് ഇറ്റ് ടേക്കൺ ആസ് പോസിറ്റീവ്. അത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വേണം റൈറ്റ് സൈഡിൽ വേണം എന്നൊന്നുമില്ല. എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലായിട്ടാണ് ഡിസ്റ്റൻസ് എങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫോർത്ത് കേസ്, ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ആൻഡ് ബിലോ ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ആൻഡ് ബിലോ ദി പ്രിൻസിപ്പൽ ആക്സിസ് ഇസ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് താഴേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും നെഗറ്റീവായിട്ട് എടുക്കൂ. ഇതിനും റൈറ്റും ലെഫ്റ്റും എന്ന് പറയുന്ന വ്യത്യാസമില്ല. 4 റൂൾസ് നമ്മൾ പഠിച്ചു. ഒന്ന്, റൈറ്റിലോട്ടാണെങ്കിൽ അതെപ്പോഴും പോസിറ്റീവായിരിക്കും, ലെഫ്റ്റിലോട്ടാണെങ്കിൽ അത് നെഗറ്റീവായിരിക്കും. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയാണെങ്കിൽ നെഗറ്റീവായിരിക്കും. ഈ 4 റൂൾസും എന്തായാലും പഠിച്ചു വെക്കുക. കാരണം പ്രോബ്ലംസ് ചെയ്യാൻ ഇത് ആവശ്യമുണ്ട്. കാരണം പ്രോബ്ലംസിൽ നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റൊക്കെ അത് നെഗറ്റീവ് ആവുമോ പോസിറ്റീവ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഈ 4 റൂളും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ
നന്നായിട്ട് തറവായിട്ട് ഈ 4 റൂളും പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ ഇമേജ് ഫോർമേഷൻ ബൈ മിറേഴ്സ് പഠിച്ചു. ദെൻ മിറർ ഫോർമുല നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, കൺവെൻഷൻ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് പോളിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് പോളിൽ നിന്നാണ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. ദെൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉള്ളത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എവിടെ നിന്ന് മെഷർ ചെയ്യുക? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നാണ് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുക. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ പോളിൽ നിന്ന് മെഷർ ചെയ്യും. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഓക്കെ, മിറർ ഫോർമുല എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് പോളാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് പോളാണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് പോളാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് പോളാണ് ഇമേജ് ഡിസ്റ്റൻസ്. കൺസിഡർ u is the object distance ആണ് u എന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് v is the image distance. u is the object distance and v is the image distance. Then mirror formula is 1 by v plus 1 by u equal to 1 by f. Mirror formula is 1 by v plus 1 by u equal to 1 by f. f ഓൾറെഡി നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ദി മിറർ ഫോർമുല. 1 by image distance plus 1 by object distance gives 1 by focal length. This is called mirror formula and it's very very important. അടുത്തത് മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ ഓഫ് സ്പെറിക്കൽ മിറേഴ്സിൻ്റെ മാഗ്നിഫിക്കേഷൻ. ആൻഡ് മാഗ്നിഫിക്കേഷൻ ഈസ് ദി റേഷ്യോ ഓഫ് ഇമേജ് ഹൈറ്റ് ടു ഒബ്ജക്റ്റ് ഹൈറ്റ് ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ ഇസ് ദി റേഷ്യോ ഓഫ് ഇമേജ് ഹൈറ്റ് ടു ഒബ്ജക്റ്റ് ഹൈറ്റ്. അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എച്ചും ഇമേജിൻ്റെ ഹൈറ്റ് എച്ച് ഡാഷും ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്, ഡിസ്റ്റൻസ് അല്ല. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എച്ചും ഇമേജിൻ്റെ ഹൈറ്റ് എച്ച് ഡാഷും. ഈ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വലിപ്പമാണ് കേട്ടോ, സൈസാണ്. അപ്പോൾ സൈസിന്ന് തിന്നണമെങ്കിലും ഹൈറ്റിന്ന് തിന്നണമെങ്കിലും ഒന്ന് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇമേജ് ഹൈറ്റ് ടു ഒബ്ജക്റ്റ് ഹൈറ്റ്, അതായത് എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച് ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഹൈറ്റ് എപ്പോഴും മെഷർ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നാണ് അതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴേക്കാണെങ്കിൽ നെഗറ്റീവും മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവും ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്താണ്, ഇമേജിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ്. അതായത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെ, താഴോട്ടാകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അല്ല മുകളിലോട്ടാണ് ഉള്ളതെങ്കിൽ അത് പോസിറ്റീവ് ആവും. അപ്പോൾ കൺഫ്യൂഷൻ ആകരുത് നമ്മളുടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. ദെൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ റിലേറ്റഡ് ടു ദി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെയും ഇമേജ് ഡിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്തിട്ടും നമുക്ക് എന്ത് കാണാം? മാഗ്നിഫിക്കേഷൻ കാണാം. അതായത് മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു മൈനസ് ഓഫ് v ബൈ u. മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു മൈനസ് ഓഫ് v by u. അതായത് മൈനസ് ഓഫ് റേഷ്യോ ഓഫ് ഇമേജ് ഡിസ്റ്റൻസ് ടു റേഷ്യോ ഓഫ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇങ്ങനെയും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? മാഗ്നിഫിക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാഗ്നിഫിക്കേഷന് 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. m ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച്, m ഈക്വൽ ടു മൈനസ് v ബൈ u അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് ഡാഷ് ബൈ എച്ച് ഈക്വൽ ടു മൈനസ് v ബൈ u ഇങ്ങനെ എഴുതാം അല്ലേ. എച്ച് ഡാഷ് ബൈ എച്ച് ഈക്വൽ ടു മൈനസ് v ബൈ u എന്നും എഴുതാം. അഥവാ നമുക്ക് പ്രോബ്ലത്തിൽ ഹൈറ്റ് കാണാനൊക്കെയാണ് ചോദിച്ചത് എങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് അത് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇത്രയും റൂൾസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റൂൾസ് എല്ലാം തറവായിട്ട് മനസ്സിലാക്കുക. കാരണം പ്രോബ്ലം ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നെഗറ്റീവ് ഏതാ പോസിറ്റീവ് ഏതാ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂൾസ് കറക്റ്റായിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻസ്, മിറർ ഫോർമുല, മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ്, മാഗ്നിഫിക്കേഷൻ്റെ ഈ 2 ഇക്വേഷൻസ് തമ്മിലുള്ള റിലേഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം തെറ്റാതെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആവണമെങ്കിൽ പ്രോബ്ലംസും കൂടി ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. തിയറി പാർട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.